ഓട്ടോഗ്രാഫ് എന്നൊരു സാധനം പണ്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്തുള്ളവർക്കൊക്കെ അറിയാം ഓട്ടോഗ്രാഫിനെ പറ്റി. ഇപ്പോൾ ഉള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്താ ഓട്ടോഗ്രാഫ് എന്നുള്ളത്. ഓട്ടോഗ്രാഫ് സ്കൂളിൽ നിന്നൊക്കെ 10th പ്രത്യേകിച്ച് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഫെയർവെൽ പാർട്ടിയും സെൻഡ് ഓഫൊക്കെ ആവുന്ന ആ സമയത്താണ് നമ്മൾ ഈ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പുസ്തകം, നീളത്തിലുള്ള പേജുകളുള്ള ഒരു ചെറിയ പുസ്തകം വാങ്ങിയിട്ട് നമ്മളുടെ ഫ്രണ്ട്സിനോടും പരിചയക്കാരോടും ടീച്ചേഴ്സിനോടൊക്കെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവർ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലും എഴുതി തരും. ചിലപ്പോൾ സൈൻ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സെൻറ്റൻസുകൾ എഴുതും. പിന്നെ ഓർക്കണം, എന്താ ഓർക്കുക വല്ലപ്പോഴെന്നോ അങ്ങനെ എന്തെങ്കിലും, ചിലപ്പോൾ എന്തെങ്കിലും അർത്ഥമുള്ള സെൻറ്റൻസ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കവിത പോലത്തെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമുള്ള സെൻറ്റൻസൊക്കെ ആ ഓട്ടോഗ്രാഫിൽ എഴുതി തരും. ആ ഓട്ടോഗ്രാഫ് നമ്മൾ വളരെ നിധി പോലെ സൂക്ഷിച്ച് വെക്കും വർഷങ്ങളോളം. കുറേ കാലങ്ങൾ കഴിഞ്ഞ് നമ്മളെ ബാഗിൽ നിന്നോ അലമാരയിൽ നിന്നൊക്കെ അത് കിട്ടുമ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് പണ്ടത്തെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മ വരുന്നതും അവരെഴുതിയ സെൻറ്റൻസുകളൊക്കെ വായിക്കാനൊക്കെ നമുക്ക് വളരെ രസകരമായിരുന്നു. എനിക്കൊന്നും പക്ഷേ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ആക്റ്റീവായ കുട്ടികളും ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ മിങ്കിൾ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെയാണ് ഓട്ടോഗ്രാഫ് ഉണ്ടാവുക സാധാരണ. അവർക്കെല്ലാവരോടും, ഞാനൊന്നും സ്കൂളിലൊന്നും പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പിന്നെ കുറേ കൂട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെ ഓട്ടോഗ്രാഫ് കൊണ്ട് ഒരാളുടെ അടുത്ത് ചെല്ലാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു ഓട്ടോഗ്രാഫൊക്കെ വേണമെന്നൊക്കെ, വീട്ടിൽ പറയാനും അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് ഓട്ടോഗ്രാഫൊന്നും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കുട്ടികൾ ഓട്ടോഗ്രാഫ് കൊണ്ട് 10th കഴിയുന്ന സമയമാകുമ്പം ഓടിച്ചെന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്തും വേറെ കുട്ടികളുടെ അടുത്തൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഓട്ടോഗ്രാഫിന് പകരം ആ ഓട്ടോഗ്രാഫ് പിന്നെ നമ്മൾ വലിയ സിനിമാ നടന്മാർ, പാട്ടുകാർ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ഓട്ടോഗ്രാഫ് കൊണ്ട് ചെന്ന് അവരുടെ ഒപ്പ് വാങ്ങുന്ന ഒരു പതിവൊക്കെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ വരുന്നത് വരെ. മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരം വന്നതിന് ശേഷം പിന്നെ ഓട്ടോഗ്രാഫൊക്കെ അപ്രത്യക്ഷമായി. നമ്മളിപ്പം സെൽഫിയായി. ആരുടെയും കൂടെ ഒന്ന് ഞാനൊരു സെൽഫി എടുത്തോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സിനിമാ നടന്മാർ, സിനിമ നടികൾ, പിന്നെ വേറെ ആരെങ്കിലും അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കളിക്കാരാണെങ്കിലും എഴുത്തുകാരായാലും എന്തെങ്കിലും അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കൂടെ നിന്നൊരു സെൽഫി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇത്. അവരുടെ ഒപ്പ് വാങ്ങലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മളെ ഇതിൽ എഴുതി തരുമല്ലോ, അതല്ല ഇപ്പോൾ. ഇപ്പോൾ അവരുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കുക, അതാണ് ഇന്നത്തെ ഓട്ടോഗ്രാഫ്.